നമസ്കാരം. ക്രിക്ക് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണാഫ്രിക്കയുടെ ഇന്ത്യൻ പര്യടനത്തിൽ ടെസ്റ്റ് പരമ്പര വളരെ ഭംഗിയായി തന്നെ കരസ്ഥമാക്കാൻ അവർക്ക് സാധിച്ചു. കാൽ നൂറ്റാണ്ടിനിടയിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ നേട്ടം കൈവരിക്കാൻ ടെമ്പ ബാവുമയുടെ ക്യാപ്റ്റൻസിയിലുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിന് കഴിഞ്ഞു എന്നത് ബാവുമയ്ക്കും ദക്ഷിണാഫ്രിക്കൻ ടീമിനെ സംബന്ധിച്ചും അഭിനന്ദനീയമായ നേട്ടമാണ്. ആയതിന് ദക്ഷിണാഫ്രിക്കൻ ടീമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിൽ വെറും 124 റൺസ് അടിച്ചെടുക്കാനുള്ള ആർജവം പോലും ഇല്ലാത്ത നിലവിലെ ഇന്ത്യൻ ടീമിന് രണ്ടാം ടെസ്റ്റിലെ 549 എന്ന ടാർഗറ്റ് അടിച്ചെടുക്കാൻ കഴിയില്ല എന്നത് തീർച്ചയായിരുന്നു. മുൻകാലങ്ങളിൽ ഇന്ത്യൻ പര്യടനം നടത്തിയ ദക്ഷിണാഫ്രിക്കൻ ടീമിനെ അപേക്ഷിച്ച് വളരെ നിലവാരം കുറഞ്ഞ ടീമാണ് ഇത്തവണ ഇന്ത്യയിലെത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നിട്ട് കൂടി ഇത്ര മനോഹരമായി തോൽക്കാൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കൂ. ശരിക്കും ഇന്ത്യൻ ടീമിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച സെലക്ഷൻ കമ്മിറ്റിയെയും കോച്ചിനെയും അടിയന്തിരമായി പുറത്താക്കി ചാണകവെള്ളം തളിക്കുക എന്നതാണ് കരണീയം. ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി ടീം സെലക്ഷൻ നടത്താൻ കഴിയാത്ത ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഈ രീതിയിൽ ഇനിയും ടീമിനെ സെലക്ട് ചെയ്താൽ അത് ഇന്ത്യൻ ടീമിൻ്റെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ പരമ്പരയിൽ മികച്ച കണ്ടെത്തൽ ആരെന്ന് എടുത്തു പറയേണ്ട പേര് ധ്രുവ് ജുറൽ എന്നാണ്. വാസ്തവത്തിൽ സഞ്ജുവിനെ ടീമിലെടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹത്തെ ടെസ്റ്റിലും ഏകദിനത്തിലുമൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. ഈ ടീമിൽ ടെസ്റ്റ് കളിക്കാർ എന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറയാവുന്നത് രാഹുലും വാഷിങ്ടൺ സുന്ദറും മാത്രമാണ്. അതിൽ രാഹുൽ വൻ പരാജയമായപ്പോൾ സുന്ദർ ഒരിക്കൽ കൂടി തൻ്റെ ക്ലാസ് തെളിയിച്ചു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജഡേജയും സിറാജും ബുംറയും കുൽദീപും മാത്രമാണ് മറ്റ് കളിക്കാരിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത്. മൊത്തത്തിൽ ഇന്ത്യക്ക് വളരെയധികം നിരാശയും അപമാനവും കൊണ്ടുവന്ന ഒരു പരമ്പരയാണ് ഈ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പര എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും ഈ രീതിയിലുള്ള ടീം സെലക്ഷൻ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ വലിയൊരു കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കും എന്ന് പറയാതെ വയ്യ. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.